ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി സഭയുമായിട്ട് ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്നതായിരിക്കുന്ന വലിയ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമുക്കെങ്ങനെ ആലയപ്പണി നടത്താം എന്നതാണ് എൻ്റെ ചിന്താവിഷയം എന്നത്. ആ രീതിക്കാണ് ഇന്നത്തെ വചനവും ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. നമ്മുടെ ധ്യാനത്തിനായിട്ട് 1 ദിനവൃത്താന്തം അതിൻ്റെ 17-ാം അധ്യായത്തിൽ ഒരു ചെറിയ വാക്യം നമുക്ക് വായിക്കാം. 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. ദാവീദിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ദാവീദിന്റെ ജീവിതം എന്നത് വളരെ ഇറ്റ്സ് വെരി ബ്രില്യൻറ്റ്. ഹിസ് ലൈഫ് ഇസ് വെരി ബ്രില്യൻറ്റ്. തൻ്റെ ജീവിതം ദൈവം നയിച്ചത്, ഒരു ആട്ടിടയനായിരുന്ന ദാവീദിനെ ദൈവം രാജ്യത്വ പദവിയിലേക്ക് ഉയർത്തുന്നത് വലിയൊരു ഒരു ഫോക്ക് ടെയിലാണത്. ഏതൊരു ഇസ്രായേലിനോട് ചോദിച്ചാലും ദാവീദിന്റെ ഗൃഹത്തിന്റെ ഭാഗമാണ് എന്നതിൽ അവർ വളരെ പ്രൗഢിയോടുകൂടെ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രാജാവ് കൂടിയാണ് ദാവീദ്. എങ്ങനെ നമുക്ക് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാകുവാൻ സാധിക്കും എന്നതാണ് ദാവീദിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലൂടെ ഇന്നത്തെ ചെറിയൊരു സന്ദേശത്തിനായിട്ട് ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. If you look at the context of 1 Chronicles 17, we see that there are so many things that are happening simultaneously. There's, wars happening. David has blood in his hands, and David is in his process of building a temple for the Lord. ദാവീദിന്റെ ഹൃദയം എന്നത്, ദാവീദ് അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഞാൻ വലിയ സിഡാർ വുഡ് കൊട്ടാരത്തിൽ ഞാൻ നിൽക്കുന്നു, എനിക്ക് ഈ സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ദൈവത്തിന് ഒരു ടെമ്പിളില്ല, ദൈവത്തിന് വസിക്കുവാനായിട്ട് ഒരു സ്ഥലമില്ല. അതാണ് ദാവീദിന്റെ ഇച്ഛ എന്നത്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ ആകണമെങ്കിൽ ഇച്ഛ, ഇന്റൻഷൻ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേതായിരിക്കുന്ന നമ്മുടെ വിഷയം, 2 വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വചനത്തിന്. ആദ്യത്തേതായിരിക്കുന്ന വിഷയം എന്നത് ഡേവിഡ്സ് ഇന്റൻഷൻ എന്നതാണ്. ഡേവിഡ്സ് ഇന്റൻഷൻ, ദാവീദിന്റെ ഇച്ഛ എന്നത്. ഞാൻ ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതുകൊണ്ട് പല രാജാക്കന്മാരുടെയും ഹിസ്റ്ററികളും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ വായിച്ചു പോരുന്നൊരു വ്യക്തിയാണ്. പല രാജാക്കന്മാരും എന്തെങ്കിലും നന്മ ചെയ്യുകയാണ് എങ്കിൽ അവർ ഫസ്റ്റ് ചെയ്യുന്നത് എന്നത് ദേ മേക്ക് എ പ്രോക്ലമേഷൻ. എനിക്ക് ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ട്, ഇതിനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും. അതാണ് ഒരു പ്രവണത എന്നത്. അത് ഇന്നത്തെ രാഷ്ട്രീയക്കാരിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇത് എന്റെ കൺസേൺ ആണ്, ഇതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കും എന്നതായിരിക്കുന്ന ഒരു പ്രോക്ലമേഷൻ പല നേതാക്കളും നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 17 വളരെ സ്പെഷ്യലാണ്. ദാവീദിന്റെ ഇച്ഛാശുദ്ധിയെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. The purity of the intention of David is visible in 1 Chronicles 17 verse 1. What is the purity of his intention? ദാവീദ് ഒരു പ്രോക്ലമേഷൻ അല്ല അവിടെ നടത്തുന്നത്. ഒരു രാഷ്ട്രീയക്കാരനോ ഒരു നേതാവിനോ കൂടുതൽ സ്നേഹം തങ്ങളിലേക്ക് വരുത്തേണ്ടതിന് വേണ്ടി ഒരു പ്രോക്ലമേഷനാണ് സാധാരണ നേതാക്കളും രാജാക്കന്മാരും എല്ലാം നടത്താറ്. ദാവീദ് ഇവിടെ ആരെയാണ് വിളിക്കുന്നത്? ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന നാഥാനെ. ഒരു വളരെ പ്രൈവറ്റ് ആയിരിക്കുന്ന കോൺവെർസേഷനാണ്. എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഞാനിവിടെ വലിയ കൊട്ടാരത്തിലിരിക്കുന്നു, ദൈവത്തിനോ ഒരു മന്ദിരമില്ല, ദൈവത്തിനോ ഒരു ടെമ്പിൾ ഇല്ല, എനിക്ക് ഇതുണ്ടാക്കുവാനായിട്ട് എനിക്കൊരു ചെറിയ താല്പര്യമുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ. ദാവീദിന്റെ ഇച്ഛയുടെ ശുദ്ധിയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ദി പ്യൂരിറ്റി ഓഫ് ദി ഇന്റൻഷൻ ഓഫ് ഡേവിഡ്. നാഥാൻ എന്താണ് പറയുന്നത്? നാഥാൻ ചാടിക്കേറി പറയുന്നു, എന്താണ് പറയുന്നത്? നീ ഇച്ഛിച്ചതുപോലെയൊക്കെ നീ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അന്ന് രാത്രി തന്നെ കൽപ്പന വന്നു. ദൈവത്തിന്റെ പദ്ധതി അവിടെ വെളിപ്പെടുകയാണ് വളരെ പെട്ടെന്ന്. അത് വളരെ ചിന്തനീയമാണ്. കാരണം our Lord usually takes his time. നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം ഒരു കാര്യം, സന്ദേശം തരണമെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് വചനത്തിൽ എപ്പാടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വെയിറ്റ്, അതാണ് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു ടെൻഡൻസി എന്നത്. പക്ഷെ ഇത് വളരെ ചിന്തനീയമാണ്. അന്ന് രാത്രി തന്നെ, that night, Prophet Nathan got his
got a proclamation from the Lord, and Nathan goes back to David and says, well, no, this is not for you. അതിനുശേഷം ഇത് ദാവീദ് കേട്ടതിന് ശേഷം ദാവീദ് 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 16-ാമത്തെ വാക്യം, വേഴ്സ് 16. ഇവിടെ ദാവീദിൻ്റെതായിരിക്കുന്ന ഹൃദയത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പൊ രണ്ട് വിഷയങ്ങൾ: ദി ഇന്റൻഷൻ ഓഫ് ഡേവിഡ്, സെക്കൻഡ്ലി ദി ഹാർട്ട് ഓഫ് ഡേവിഡ്. ഇന്റൻഷൻ ഓഫ് ഡേവിഡ്, ദി ഹാർട്ട് ഓഫ് ഡേവിഡ്. ഇന്റൻഷൻ എന്നത്, ഇന്റൻഷന്റെ പ്യൂരിറ്റി, അത് നമ്മൾ നോക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് ഹാർട്ട് ഓഫ് ഡേവിഡിൽ നിന്ന് ഞാൻ ആരാണ്, ഹൂ am I Lord, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൂ am I Lord. രാജാവാണ് പറയുന്നത്, തങ്ങൾക്കെല്ലാം വേണ്ടതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്, വേണ്ടതെല്ലാം, തനിക്കൊരു പാലസ് ഉണ്ട്, തനിക്കൊരു കിങ്ഡം ഉണ്ട്, തനിക്ക് ടെറിറ്ററി ഉണ്ട്, താൻ പറഞ്ഞാൽ പോകുന്ന ആർമികളുണ്ട്. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ദാവീദ് ഇരിക്കുമ്പോൾ, ദാവീദിന്റെ ഇച്ഛ എന്തായിരുന്നു? ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്നത്. ഇത് ദാവീദിന്റെ ഇച്ഛയിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ ഇച്ഛ ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല എന്ന് മനസ്സിലാക്കിയ ദാവീദിന്റെ റെസ്പോൺസ് എന്താണ്? നമ്മളായിരുന്നെങ്കിൽ പറയും, ഇത് ശരിയല്ല, ഇത് എന്റെ ഇച്ഛപ്രകാരം അല്ല, ഇത് ശരിയല്ല ദൈവമേ. നമ്മളൊരു ഒരു എനിമിറ്റി ദൈവവുമായിട്ട് സൃഷ്ടിക്കും. പക്ഷെ ദാവീദിന്റെ റെസ്പോൺസ് എന്താണ്? ദാവീദ്, and David the king came and sat before the Lord and said, who am I, O Lord God, and what is mine house that thou hast brought me thus far. ഒരു രാജാവ് പറയുകയാണ്, നമുക്ക് പോലും സാധിക്കാത്തൊരു കാര്യം ഒരു രാജാവ് പറയാണ്. തന്റെ ഇച്ഛയ്ക്ക് പ്രകാരം ഒരു കാര്യം നടന്നില്ല, തന്റെ പ്രൈഡ്, തന്റെ പ്രൗഢി എല്ലാം അഫക്റ്റ് ചെയ്യപ്പെടുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലോ ദാവീദിന്റെ റെസ്പോൺസ് എന്നത് എന്താണ്? ഹൂ am I Lord. ഇച്ഛയുടെ പരിശുദ്ധി, ദി പ്യൂരിറ്റി ഓഫ് ഇന്റൻഷൻ ഇൻ ഓൾ ദാറ്റ് വി ഡു, നാം ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ വിശകലനം ചെയ്ത് ചിന്തിച്ചതായിരിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ ഇച്ഛയുടെ പരിശുദ്ധിയെ നമുക്ക് വിശകലനം ചെയ്യുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഒരു വിശ്വാസി എന്ന തലത്തിൽ നാം എല്ലാ മീറ്റിങ്ങിനും പോകുന്നുണ്ട്, ഗുഡ്. നാം സുവിശേഷവുമായിട്ട് പോകുന്നുണ്ട്, വെരി ഗുഡ്, അതും നല്ലതാണ്. നാം വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സുവിശേഷം പറയുന്നുണ്ട്, ഗുഡ്, അതും നല്ലതാണ്. ഇച്ഛയുടെ പരിശുദ്ധി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? മത്തായി എഴുതിയ സുവിശേഷം, Gospel according to Mark, and chapter 23, verse 15 and 26. രണ്ട് വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം 15ഉം 26ഉം വാക്യങ്ങൾ. അത് കർത്താവ് വളരെ ശാസിക്കുന്നതായിരിക്കുന്ന ഒരു ബന്ധത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 15ഉം 26ഉം വാക്യങ്ങൾ. ഇച്ഛയുടെ പരിശുദ്ധി മനസ്സിലാക്കുന്നത്, പരീക്ഷന്മാരും സദൂക്യരും അവരെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ, ആനലൈസ് ചെയ്താൽ വളരെ നല്ല വിശ്വാസികളെന്ന് പറയാൻ സാധിക്കുന്നതാണ്. കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നു, കൽപ്പനകൾ കൊത്തവണ്ണം ജീവിക്കുന്നു, കൽപ്പനകൾ എല്ലാത്തിലും നമ്മൾ ആ കൽപ്പനകളെ യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് അവരുടെ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ നല്ല വെടിപ്പായിട്ടുള്ള കപ്പുകൾ, പക്ഷെ അകത്തെന്താണ്? ഇവിടെ കർത്താവ് പറയുന്നതിൽ വലിയ ഒരു അന്തസത്തയുണ്ട്. There is truth in what the Lord says. The blind guides who are the Pharisees, their externalities are so perfect. Their externalities, they do all things. They're externally very perfect. But inside they are unclean. കർത്താവ് 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? Thou blind Pharisee. കുരുടരാണ്. കാരണം എന്താണ്? അവർ വെടിപ്പാക്കുന്നത് പുറമേ മാത്രമാണ്. Cleanse first that which is within the cup and the platter, that the outside of them may also be clean. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും നോക്കുന്നത് എന്താണ്? പുറമേന്ന് നാട്ടുകാരൊന്നും പറയാതെ എല്ലാം വെടിപ്പാക്കി, ഒളിച്ചും പാത്തുമൊക്കെ വെടിപ്പാക്കി കൊണ്ടു നടക്കുക എന്നതാണ് പലപ്പോഴും നമ്മുടെ ടെൻഡൻസി. കർത്താവിന്റെ ഫോർമുല എന്നത് ഇൻവേഴ്സ് ആണ്. കർത്താവിന്റെ ഫോർമുല എന്താണ്? ആദ്യം പുറമേ അല്ല വെടിപ്പാക്കേണ്ടത്, ആദ്യം എന്താണ്?
അകമേ വെടിപ്പാക്കിയാൽ അതിന്റെ സാക്ഷ്യം എവിടെയും കാണാം, അത് പുറത്തും കാണുവാനായിട്ട് സാധിക്കും. ദാവീദിന്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ, ദാവീദ് പാപം പറ്റിയൊരു വ്യക്തിയാണ്. 2 ശമൂവേൽ 11 അധ്യായം 7 അധ്യായത്തിൽ 2 ശമൂവേൽ ഈ കവനന്റ് എല്ലാം ദൈവം കൊടുക്കുന്നു. 11 അധ്യായത്തിൽ വലിയ പാപത്തിലേക്ക് ദാവീദ് വീഴുകയാണ്. അവിടെ എന്താണ് നാം കാണുന്നത്? ഇച്ഛയുടെ പരിശുദ്ധിയാണോ ഇച്ഛയുടെ അശുദ്ധിയാണോ നാം കാണുന്നത്? എന്താണ് കാണുന്നത്? ഇച്ഛയുടെ അശുദ്ധിയാണ്. കാരണം 2 ശമൂവേൽ 7 നിന്നും 11 നാം കടന്നു പോകുമ്പോൾ അവിടെ ദാവീദിനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുകയാണ്. നേരത്തെ ഹൃദയശുദ്ധി മാത്രം നോക്കി നടന്ന ദാവീദ് ദൈവത്തിന്റെ ഇച്ഛപ്രകാരം ദൈവത്തിന്റെ ഹിതത്തെ അന്വേഷിച്ച് മുൻപിലോട്ട് പോയൊരു വ്യക്തിയാകുന്നു. പക്ഷേ 11 അധ്യായത്തിൽ ദാവീദ് മറ്റുള്ളവർ കാണുകെ എല്ലാം വെടിപ്പായി നടക്കാൻ താല്പര്യമുള്ള വ്യക്തി. ഞാൻ എന്തുകൊണ്ടാണത് പറയുന്നത്? 2 ശമൂവേൽ 11 വായിക്കുമ്പോൾ ആ ദാവീദിന്റെ പാപം എവിടെയാണ് പറ്റുന്നത്? ദാവീദ് അവിടെ വ്യഭിചാരം ചെയ്യുന്നു, പാപം നമ്പർ 1. അതിലും വലിയ പാപം എന്താണ്? ദാവീദ് കൊലപാതകം ചെയ്തിട്ടുണ്ടോ? നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കൊലപാതകം ചെയ്തിട്ടുണ്ടോ? Did David commit murder? ഇസ്രായേൽ മക്കൾ നോക്കുമ്പോൾ ദാവീദ് കൊലപാതകം ചെയ്തിട്ടില്ല. ഏതൊരു രാജാവും പറയുന്നത് ഊരിയാവിനെ മുമ്പിൽ നിർത്തിയാൽ അത് അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു തീരുമാനമാണ്. ആയതുകൊണ്ട് ഒരു പേഴ്സണൽ ലെറ്ററിൽ ദാവീദ് യോവാബിന് എഴുതുകയാണ്, ഈ ഹിറ്റൈറ്റ് ആയിരിക്കുന്ന ഊരിയാവിനെ നീ മുമ്പിലേക്ക് വെക്കണം. യോവാബ് എന്തായിരിക്കും കരുതിയത്? മരിക്കണമെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ലെറ്റർ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് വേറെ ആരും കാണുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു പാപമല്ല. പക്ഷെ അത് ആര് കണ്ടു എന്ന് എഴുതിയേക്കുന്നത്? ദൈവം അത് കണ്ടു. അതാണ് ദാവീദിന്റെ വീഴ്ച എന്നത്. ആ ഇച്ഛയുടെ പരിശുദ്ധി എന്നത്, the purity of the intention of David gets converted into uncleanness. His intention becomes unclean. എല്ലാവരുടെയും കണ്ടിൽ ദാവീദ് കൊലപാതകം ചെയ്തിട്ടില്ല. പക്ഷെ അതാര് കണ്ടു? ദൈവം കണ്ടു. ഞാൻ കണ്ടു, ദൈവം കണ്ടു. അതാണ് ദൈവം പറയുന്നത്, ഞാൻ കണ്ടു നിന്റെ പാപം, ഞാൻ കണ്ടു. I saw that you were devious and manipulative. I saw. ഇതാണ് നമുക്ക് വചനത്തിൽ നിന്നും വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം വേറൊരു പല എക്സാമ്പിളുകളും ഉണ്ട്. ഈ ഹൃദയശുദ്ധി എന്ന ഒരു വിഷയം നാം ചിന്തിക്കുമ്പോൾ പല എക്സാമ്പിളുകളും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 21 വാക്യം നാം വായിക്കണമെന്നില്ല. 29 അധ്യായം പിന്നീട് നമ്മൾ എടുത്ത് വായിച്ചാലും മതി. 29 അധ്യായം 21 വാക്യത്തിൽ ഞാനൊരു സിനാറിയോ തരാം. റാഹേലിനെ 7 വർഷം സ്നേഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചതായിരിക്കുന്ന ഒരു യാക്കോബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം ലോകപ്രകാരം ഇന്നതാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് ആദ്യ മകളെയാണ് ഈ സമൂഹത്തിൽ നാം കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ലാബാനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇച്ഛാശുദ്ധി ആരുടെ കയ്യിലാണ്? ലാബാനാണോ ഇച്ഛാശുദ്ധി ചെയ്തത്? കാരണം ലാബാൻ അവിടെ യാക്കോബിനെ പറ്റിക്കുകയാണ്. അത് കാരണമുണ്ടായ കോലാഹലങ്ങളെല്ലാം പിന്നീട് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യ മകളെ വിവാഹം ചെയ്തു കൊടുക്കുക എന്നത് ഒരു കസ്റ്റമാണ്. ആ കസ്റ്റം അനുസരിച്ച് അതുപോലെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. അത് കാരണം യാക്കോബിനെ പറ്റിക്കുക എന്നത് യാക്കോബിന് പുതിയതായിട്ടുള്ളൊരു കാര്യമല്ല. യാക്കോബും പറ്റിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അതേ കത്തി തന്നെ യാക്കോബിനെ തിരിച്ച് കുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ടും സാധിക്കുന്നു. വളരെ ചിന്തനീയമായിട്ടുള്ള പോർഷനുകളാണ് ഈ ഓരോന്നും. ഹൃദയശുദ്ധി എന്നത്, പാത്രത്തിന്റെ അകം കഴുകുക എന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞുവല്ലോ, നാം പുറമേ നിന്ന് നോക്കുമ്പോൾ ആരാധനയ്ക്ക് പോകുന്നു, മീറ്റിങ്ങിന് പോകുന്നു, നാം സുവിശേഷം പറയുന്നു, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ സുവിശേഷം പറയുന്നു, എല്ലാം കറക്റ്റാണ്. ആരും കാണാത്തപ്പോൾ നമ്മുടെ ജീവിതം ശുദ്ധമാണോ അല്ലയോ? നമ്മുടെ ഇച്ഛകൾ, ആർ ആർ ഇന്റൻഷൻസ് പ്യോർ when nobody is looking? Are our intentions pure in our private lives? വലിയ അധപ്പതനത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വലിയ അധപ്പതനത്തിലേക്ക്. ഒരു സ്റ്റാൻഫോർഡ് സ്റ്റഡിയായിരുന്നു, 2019 ഒരു സ്റ്റഡിയായിരുന്നു. 60% എല്ലാ വിവാഹങ്ങളും, പ്രത്യേകിച്ച് ക്രിസ്തീയമായിട്ടുള്ള വിവാഹങ്ങളും തകർന്നു പോകുവാനായിട്ടുള്ള കാരണം എന്നത്
എക്സ്റ്റേണാലിറ്റികളല്ല, മറിച്ചോ ദി അഡിക്ഷൻ ടു പോണോഗ്രഫി എന്നതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. അഡിക്ഷൻ ടു പോണോഗ്രഫി. ആരോരും കാണാത്തപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നാം പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിലെ ഇച്ഛ എന്നത് അത് ശുദ്ധമാണോ അല്ലയോ എന്ന് വിശകലനം ചെയ്യേണ്ടതായിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് നാം നിൽക്കുന്നത്. ആരും കാണാത്തപ്പോൾ നാം അശ്ലീലം കാണുന്നവരാണോ? നാം മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നവരാണോ? കുറവുകൾ പറയുന്നവരാണോ? നാം ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നാം മുൻപിൽ കാണുമ്പോൾ സഹോദര നല്ല ബന്ധം എല്ലാം, പക്ഷേ പുറമേ നാം എന്താണ് ആ സഹോദരനെ കുറിച്ച് പറയുന്നത്? എന്താണ് ആ സഹോദരിയെ കുറിച്ച് പറയുന്നത്? നമ്മുടെ ഇച്ഛ ശുദ്ധമാണോ അല്ലയോ എന്നത് പാത്രത്തിന്റെ അകം കഴുകി വെടിപ്പാക്കിയാൽ മാത്രമാണ് നമ്മുടെ ഇച്ഛകൾ ശുദ്ധമായിരിക്കുകയുള്ളൂ എന്നതാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എങ്കിൽ മാത്രമാണ് ദാവീദിനെ പോലെ നമുക്ക് പ്രൈവറ്റായിട്ട് ദൈവത്തിന് വേണ്ടി നമുക്ക് പണിയണം എന്ന ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയുള്ളൂ എന്നത് ഇവിടെ ആത്മാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. കുറച്ചുകൂടി വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനുശേഷം നമുക്ക് ഹൃദയത്തിലേക്ക്, ദാവീദിന്റെ ഹൃദയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കുറച്ചുകൂടി വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ ഹൃദയശുദ്ധി ഇല്ലാതെ നാം പല കാര്യങ്ങളും ചെയ്താൽ, ഹൃദയശുദ്ധി ഇല്ലാതെ നാം ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നാം ചെയ്താലുള്ള പരിണിത ഫലം എന്നത് എന്നെ വചനത്തിൽ ഭയപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു വാക്യമാണ്. I am afraid and I tremble at this particular verse in the word of God whenever I think of myself. ഞാൻ എപ്പോഴും വിശകലനം ചെയ്യുന്ന എൻ്റെ ഹൃദയം, എൻ്റെ പാത്രത്തിന്റെ അകം വെടിപ്പല്ല എങ്കിൽ, അത് വെടിപ്പാക്കാതെ ഞാൻ ദൈവത്തിനു വേണ്ടി എന്ത് ചെയ്താലും അതിന് യാതൊരു ഫലവുമില്ല. കാരണം എന്താണ്? മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 22-ാമത്തെ വാക്യം എന്നെ ഭയപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു വാക്യമാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ്. നമുക്കൊരു വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തേതായിരിക്കുന്ന വാക്യം നമുക്കൊന്ന് വായിക്കാം. 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. നാം വളരെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു സത്യമാണ് ഇവിടെ നമ്മുടെ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. In the end days, many will say, Lord, Lord, I have done thusly. I have done this for you. I have done that for you. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. പക്ഷെ കർത്താവിന്റെ ഉത്തരം എന്താണ്? ഇവിടെ നാം വായിക്കുന്നത്, Lord, Lord, have we not prophesied in your name? Have we not cast out demons in your name? Cast out demons in your name. Have we not done many wonderful works in your name? കർത്താവിന്റെ ഉത്തരം എന്താണ്? And then I will profess unto them, I never knew you. എന്നെ ഭയപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു വാക്യമാണ്. I never knew you. മറ്റുള്ളവരെ കാണിക്കുവാനല്ല നമ്മുടെ ഇച്ഛാശുദ്ധി എന്നത്. സ്വയമേ നാം പേഴ്സണലായിട്ട് വെടിപ്പാക്കേണ്ടതാണ്. വിട്ടുമാറാത്ത പാപമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അഴിച്ചുകളയുവാൻ സാധിക്കാത്തതായിരിക്കുന്ന പാപങ്ങളാൽ നാം ബന്ധിതരാണോ? ഈ ചോദ്യങ്ങൾ നാം സ്വയമേ ചോദിക്കേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. അഴിച്ചു കളയുവാൻ പറ്റാത്തതായിരിക്കുന്ന പാപങ്ങൾ, പാപത്താൽ ബന്ധിതരായി കിടക്കുന്നതായിരിക്കുന്ന ആ അവസ്ഥയിൽ ദൈവത്തിൻ്റെ കൃപ തേടുവാനുള്ള ആ വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്നത് നാം സ്വയമേ ചോദിക്കേണ്ടതാണ്. അങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഉൾക്കൊണ്ട് കിടക്കുന്നതായിരിക്കുന്ന ഉദാഹരണം എന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായവും 6-ാം അധ്യായവുമാണ്. അതിൽ ഉപരിയായിട്ടുള്ളൊരു ഉദാഹരണം എന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളത്. മൈ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ പേഴ്സണൽ റിപ്പൻറ്റൻസ്, for personal cleanliness, for cleaning the inside of a vessel, that it matters more than that of the outside, is the book of Isaiah chapter 5 and chapter 6. നാം എന്താണ് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന വചനഭാഗമാണ്, മനപ്പാഠം അറിയുന്ന
വചനഭാഗമാണ്. നമുക്കതൊന്ന് ചില വാക്യങ്ങൾ നമുക്കൊന്ന് എടുത്ത് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 6-ഉം 5-ഉം 6-ഉം ചില വാക്യങ്ങൾ ഞാൻ പറയാം. 8-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം, 21-ാമത്തെ വാക്യം, 22-ാമത്തെ വാക്യം, മലയാളം ട്രാൻസ്ലേഷനിൽ 23 ആയിരിക്കും. ഈ വാക്യങ്ങളിലെല്ലാം ഈ പുസ്തകം മുഴുവൻ യെശയ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? അയ്യോ കഷ്ടം, ഇന്നത് ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. വോ ടു ദം, വോ ടു ദം, വോ ടു ദം. എല്ലാം കറക്റ്റാണ്. കൽപ്പന പ്രകാരം നടക്കാത്തവർക്ക് അയ്യോ കഷ്ടം എന്നാണ് യെശയ്യാവ് പറയുന്നത്. യാതൊരു തെറ്റുമില്ല കേട്ടോ. 6-ാം അധ്യായത്തിൽ ഒരു വ്യത്യാസമുണ്ട്. വാട്ട് ചേഞ്ചസ് ഇൻ ചാപ്റ്റർ 6? 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ എന്താണ് കാണുന്നത്? In the year that King Uzziah died. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. King Uzziah died. ആ വർഷത്തിൽ I saw the Lord sitting upon a throne high and lifted up. അതിന്റെ മലയാളം തർജ്ജമ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഉയർന്നും പൊങ്ങിയിരിക്കുന്ന ഒരു സിംഹാസനം. സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് ആര് കണ്ടു? യെശയ്യാവ് കണ്ടു. അതിനുശേഷം യെശയ്യാവിന്റെ ജീവിതം സെയിം അല്ല. അതിനുശേഷം ഈ നാട്ടുകാരെ എല്ലാം വിളിച്ച് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ യെശയ്യാവിന്റെ സാക്ഷ്യം വ്യത്യാസമുണ്ട്. എന്താണ് അവിടെ വ്യത്യാസം വരുന്നത്? 5-ാമത്തെ വാക്യം എന്നെ വളരെ എക്സൈറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു വാക്യമാണ്. And in verse 5 Isaiah says, what does he say? എന്താണ് അവിടെ പറയുന്നത്? 5-ാമത്തെ വാക്യം 6-ാം അധ്യായത്തിന്റെ, എനിക്ക് അയ്യോ കഷ്ടം. Woe is me, woe is me. എല്ലാരെയും നോക്കി ഇവർക്ക് അയ്യോ കഷ്ടം, അവർക്ക് അയ്യോ കഷ്ടം, ഇവർക്ക് അയ്യോ, ഇന്നാർക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ചെയ്യണവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ യെശയ്യാവ് 6-ാം അധ്യായത്തിൽ ദൈവം ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ പരിശുദ്ധിയുടെ ഏറ്റവും അന്തിമ തലത്തിൽ ദൈവത്തെ യെശയ്യാവ് കാണുമ്പോൾ, in the fullness of the perfection of the Lord's grace, when Isaiah sees the Lord, he says, woe is me. എനിക്ക് അയ്യോ കഷ്ടം. എന്നിട്ടും യെശയ്യാവിന്റെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല കേട്ടോ. യെശയ്യാവിന്റെ തെരഞ്ഞെടുപ്പ് എന്നിട്ടും നടന്നിട്ടില്ല. ഈ എല്ലാവരെയും അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ യെശയ്യാവിന് പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? 6-ഉം 7-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. 6-ഉം 7-ഉം വാക്യങ്ങൾ എന്താണ് വായിക്കുന്നത്? Then flew one of the seraphims unto me, having a live coal in his hand, which he had taken with the tongs from off the altar, and he laid it upon my mouth. He laid it upon my mouth, and said, Lo, this has touched thy lips, and thine iniquity is taken away, and thy sin is purged. ഇത് നിങ്ങളുടെ അധരങ്ങളെ തൊട്ടതുകൊണ്ട് നിനക്ക് നീതി. Because this has touched thy tongue, thine iniquity, and KJV translation ആട്ടോ ഇച്ചിരി ഇഷ്ടം, thine iniquity is taken away and your sin is purged. 5-ാം അധ്യായത്തിൽ ഈ നാട്ടുകാരെ എല്ലാം അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ യെശയ്യാവിന് എനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ ഹൃദയത്തിൽ ഒരിച്ചിരിയെങ്കിലും സ്വയമേ വിശകലനം ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. 6-ാം അധ്യായത്തിൽ ദൈവസന്നിധിയിലായതിനു ശേഷം ദൈവസന്നിധിയിൽ കടന്നു വരുന്ന യെശയ്യാവ് എന്താണ് പറയുന്നത്? എനിക്ക് അയ്യോ കഷ്ടം. There starts his repentance. അവിടെയാണ് യെശയ്യാവിൻ്റെതായിരിക്കുന്ന റിപ്പൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ആ വാക്യം തന്നെ പിന്നീട് താഴത്തോട്ട് നാം വരുമ്പോൾ അതിനുശേഷമാണ് 8-ാമത്തെ അധ്യായം എന്നെ വളരെയധികം പ്രചോദനം കൊള്ളിക്കുന്നതായിരിക്കുന്ന ഒരു വാക്യമാണ്. 8-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? ഈ പ്രോസസ്സിനെല്ലാം ശേഷം ഇങ്ങനെ ഒരു വ്യക്തി എല്ലാവരെയും അയ്യോ കഷ്ടം അയ്യോ കഷ്ടം. 6-ാമത്തെ അധ്യായത്തിൽ എന്താണ് കാണുന്നത്? എനിക്ക് അയ്യോ കഷ്ടം. ഊരിയാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ദൈവത്തെ കണ്ട യെശയ്യാവ് പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടം. ചൂടേറിയ കനല് യെശയ്യാവിന്റെ വായിക്ക് വെച്ചു കൊടുക്കുകയാണ് സെറാഫിം. അതിനുശേഷം 8-ാമത്തെ വാക്യം വരുന്നത് എന്താണ് നാം വായിക്കുന്നത്? ഓ സ്തോത്രം. Here am I. Who will go? സ്വർഗത്തിൽ നിന്നുമുള്ള പ്രോക്ലമേഷൻ ആണ്. Who shall go? ആര് പോകും? Whom shall I send? Who will go for us? Then said I, Here am I, send me.
5-ാമത്തെ അധ്യായത്തിലെ യെശയ്യാവ് അങ്ങനെ പറയുമായിരുന്നു? 5-ാമത്തെ അധ്യായത്തിലെ യെശയ്യാവിനോട് ദൈവം സംസാരിക്കുമായിരുന്നു? ഇല്ല. 6-ാമത്തെ അധ്യായത്തിൽ യെശയ്യാവിനൊരു വ്യത്യാസമുണ്ട്. കാരണം അകം വെടിപ്പാക്കി ഹൃദയത്തിലെ ഇച്ഛാശുദ്ധിയോട് കൂടിയാണ് യെശയ്യാവ് പറയുന്നത്. എന്താണ്? എന്നെ അയക്കുക, എന്നെ അയക്കുക. ഹൃദയത്തിലെ ഇച്ഛാശുദ്ധിയോടെ പറയുന്ന യെശയ്യാവിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ച് നമ്മുടെ പോർഷനിലേക്ക് കടന്നു വരാം. ദാവീദ് ഹൃദയത്തിലെ ഇച്ഛാശുദ്ധിയോട് ചെയ്തതായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ആ വട്ടം കൂട്ടൽ എന്നത്, അല്ലേ? കാരണം ഹൃദയത്തിൽ തനിക്ക് ഈ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി എന്തെങ്കിലും പണിയണം, എന്തെങ്കിലും കൂട്ടിവെക്കണം എന്നതായിരിക്കുന്ന വലിയ ആഗ്രഹത്തോട്, അതിന്റെ ക്രെഡിറ്റ് തനിക്ക് ലഭിക്കില്ല എന്നറിഞ്ഞിട്ടും കൂടെ അതിനുവേണ്ടി വട്ടം കൂട്ടുവാൻ വേണ്ടി പോകുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ നമുക്ക് വിശകലനം ചെയ്യാം. ദാവീദിന്റെ ഹൃദയം എന്നതാണ്. ഹൃദയം നമുക്ക് എങ്ങനെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കാം? വിശ്വാസം, ഹൃദയം, വിശ്വാസം. ഇത് രണ്ടും എൻ്റെ മനസ്സിൽ ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ദാവീദ് മറ്റ് കൽപ്പനകളെ ലംഘിച്ചിട്ടുണ്ടോ? അനേകം കൽപ്പനകളെ ദാവീദ് ലംഘിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കൽപ്പനാ ലംഘനം 21-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എടുത്തു വായിക്കണമെന്നില്ല. കാഴ്ചയപ്പം ആരാണ് കഴിക്കുവാൻ പാടുള്ളൂ? പുരോഹിതന്മാർ. ആരോന്യ കുലത്തിലുള്ള പുരോഹിതൻ മാത്രം കഴിക്കേണ്ടതാണ് എന്ത്? കാഴ്ചയപ്പം എന്നത്. പക്ഷെ അവിടെ അത് ആര് കഴിക്കുന്നു? ദാവീദ് കഴിക്കുന്നു. ശരിയാണോ? അല്ല. വചനപ്രകാരം നോക്കുകയാണെങ്കിൽ ശരിയാണോ? അല്ല. പക്ഷെ അവിടെ ദൈവം ദാവീദിനെ ശിക്ഷിക്കുന്നുണ്ടോ? ഇല്ല. വളരെ വിയേർഡാണ്, അല്ലേ? എന്തുകൊണ്ടാണ്? അവിടെ ദാവീദിന്റെ ഹൃദയശുദ്ധിയുണ്ട്. എന്താ? വിശന്ന് പ്രാണൻ കത്തി വരുന്ന ഒരു ദാവീദിനെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിശന്ന് പ്രാണൻ കത്തി വരുന്ന ഒരു ദാവീദ് അവിടെ കാഴ്ചയപ്പം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹൃദയശുദ്ധി എന്നത് ലേവ്യ പുസ്തകം 15-ാം അധ്യായം 25 മുതലുള്ള വാക്യം. ലേവ്യ ലോ ഉണ്ട്, ഒരു ലിവൈറ്റ് ലോ അവിടെയുണ്ട്. എന്താണ് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്? ലേവ്യ പുസ്തകം 15-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ ഇതാണ് നിയമം. ലേവ്യ പുസ്തകത്തിൽ നാം ഈ നിയമം വളരെ സ്പഷ്ടമായിട്ട് നാം കാണുന്നുണ്ട്. ഇത് മൈൻഡിൽ ഒന്ന് വെച്ചുകൊള്ളണേ. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഒരു സ്ത്രീയുടെ ഭയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിലെ 33-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. But the woman, fearing and trembling, knowing what was done in her, came and fell before him and told him all the truth. 12 വർഷം രക്തസ്രാവം എന്ന ആ ഒരു അസുഖത്തിലൂടെ പോയതായിരിക്കുന്ന ഒരു സ്ത്രീ കർത്താവിനെ തേടി കണ്ടുപിടിച്ച് കർത്താവിൻ്റെ ആ റോബിലെ ഒരു ചെറിയ അറ്റത്തിൽ പിടിച്ച് വിശ്വാസത്താൽ തൻ്റെ വിശ്വാസത്താൽ താൻ ഹീലാക്കപ്പെടുമ്പോൾ ആ സ്ത്രീ ഷീസ് അഫ്രേഡ്, ഷീസ് ട്രെംബ്ലിങ്. എന്തുകൊണ്ടാണ്? കാരണം നിയമം ഇവിടെ ഇരിക്കുകയാണ്. കാരണം അങ്ങനെ ആര് ഈ സ്ത്രീയെ തൊട്ടാലും എന്താണ് നിയമം? നിയമം അതാണ്. സ്ത്രീ എന്തിനായിരിക്കും ഭയപ്പെട്ടത്? സ്ത്രീ ഭയപ്പെട്ടത്? നിയമം ഇതാണെന്ന് സ്ത്രീക്ക് അറിയാം. ഈ സ്ത്രീ ഉള്ള ദൂരം മുഴുവൻ, ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യുവാട്ടോ, ഈ സ്ത്രീ ഇങ്ങനെയുള്ള ദൂരം മുഴുവൻ തേടി പോകുന്നിടത്തെല്ലാം ഈ സ്ത്രീയെ അശുദ്ധ 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 എന്നുള്ള വിളി കേട്ടായിരിക്കും ജൂവിഷ് ട്രഡിഷൻ അനുസരിച്ച് ഈ സ്ത്രീ കർത്താവിന്റെ അടുത്ത് എത്തിയത്. പക്ഷെ കർത്താവിന്റെ തുണിയുടെ അറ്റം തൊട്ടാൽ എന്നിലുള്ളിലായിരിക്കുന്ന ഈ അശുദ്ധിയെ എനിക്ക് നീക്കിക്കളയാമെന്ന് വിശ്വസിക്കുന്ന ഈ സ്ത്രീ ആ കർത്താവിന്റെ തുണിയുടെ അറ്റം തൊട്ട് താൻ അവിടെ ഹീലാക്കപ്പെടുകയാണ്. പക്ഷെ സന്തോഷിക്കാൻ പോലും ആ സ്ത്രീക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഒന്നാമത് താനൊരു സ്ത്രീയാണ്. ജൂയിഷ് കസ്റ്റം അനുസരിച്ച് നമുക്കറിയാം അവരുടെ ട്രഡീഷൻ വളരെ പേട്രിയാർക്കലായിരുന്നു, സ്ത്രീയാണ്. രണ്ടാമത് എന്താണ്? ലേവ്യ ലോ എന്നത് അശുദ്ധനാണ്. കർത്താവ് പിന്നെ അശുദ്ധനാണ്. തൊട്ട് കഴിഞ്ഞാൽ whoever touches that woman will be unclean. കർത്താവ് എന്താണ് അവിടെ പറയുന്നത്?
താൻ വിറയ്ക്കുകയാണ്, പേടിച്ചു വിറയ്ക്കുകയാണ്. കാരണം എന്താണ്? ഇനി എനിക്ക് ശാസന ലഭിക്കുമെന്നതാണ് താൻ വിചാരിക്കുന്നത്. കർത്താവ് എന്താണ് അവിടെ പറയുന്നത് സ്ത്രീയോട്? 34-ാമത്തെ വാക്യം. And he said unto her, daughter, thy faith has made you whole. Go in peace and be whole of your plague. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാവീദിന്റെ ഹൃദയം നാം നോക്കുകയാണെങ്കിൽ ഇതിന്റെ പല ട്രേസുകളും നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ 32-ാമത്തെ ഇതൊക്കെ നോട്ട് ചെയ്തിടുകയാണെങ്കിൽ പിന്നീട് വായിക്കുവാനായിട്ട് സാധിക്കും. 32-ാം അധ്യായം 1-2 വാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 51 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 103-10 എന്നീ വാക്യങ്ങളെല്ലാം നമുക്ക് വായിച്ചാൽ നീതിമാനായി ജീവിച്ച ദാവീദ് വീണുവെങ്കിലും തൻ്റെ ഹൃദയം നുറുങ്ങി താൻ മാനസാന്തരപ്പെട്ട് ആ പാപത്തെ വിട്ടൊഴിഞ്ഞ് ഇച്ഛയുടെ പരിശുദ്ധിയിലേക്ക് തിരികെ പോകുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഏത് ശുശ്രൂഷയായിക്കൊള്ളട്ടെ, ഏത് ശുശ്രൂഷയിലും ഹൃദയത്തിന്റെ ശുദ്ധിയോടുകൂടെ അത് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം കൃപ തരട്ടെ. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനെന്ന് നമുക്ക് വചനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. നീതിമാനായിരിക്കുന്ന ദാവീദ് വീണു എങ്കിലും ആ ദാവീദ് വീഴ്ചയിൽ കിടന്നില്ല എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. സദൃശവാക്യങ്ങൾ 24-ാം അധ്യായം 16-ാമത്തെ വാക്യം, ഈ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കാം. സദൃശവാക്യങ്ങൾ 24-16, എൻ്റെ 24-ാം അധ്യായം 16-ാമത്തെ വാക്യം എൻ്റെ വളരെ പ്രചോദിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു വാക്യമാണ് 24. Proverbs chapter 24 and verse 16 എന്നത്. If a righteous person falls 7 times, he shall still get up. നിൽക്കുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ എന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡിറക്ഷൻ എന്നത്. എങ്കിൽ തന്നെയും വീഴ്ച എന്നത് വളരെ ഹ്യൂമനാണ്. Our God is a God of second chances. Our God is a God of second chances. നാം വചനത്തിൽ മുഴുവനായി നാം എടുത്ത് വായിച്ചാലും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജീസസ് വാസ് ദ ലോർഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. സെക്കൻഡ് ചാൻസസ് വളരെയധികം. പത്രോസ് വീണു. പത്രോസ് ചെയ്തതും യൂദാസ് ചെയ്തതായിരിക്കുന്ന പാപത്തിൽ ഞാനൊരു വ്യത്യാസവും കാണുന്നില്ല. രണ്ടുപേരും യേശുക്രിസ്തുവിനെ തിരസ്കരിച്ച് ഒറ്റിക്കൊടുത്തവരാണ് എന്നതാണ് എൻ്റെ കണക്ക് പുസ്തകത്തിൽ ഞാൻ കാണുന്നത്. ഇവർ രണ്ടുപേരും തിരസ്കരിച്ചു എങ്കിൽ തന്നെയും പത്രോസിന് വീണ്ടും കർത്താവ് ഒരു ചാൻസ് കൊടുക്കുകയാണ്. കാരണം എന്താണ്? ആ മാനസാന്തരം എന്ന അവസ്ഥയിലൂടെ പത്രോസ് കടന്നുപോയതിനു ശേഷം മാത്രമാണ് സഭയോട് കൂടിച്ചേർന്ന് പിന്നീട് സുവിശേഷം പറഞ്ഞ് 3000 പേരുടെ രക്ഷയിലേക്ക് അത് നയിക്കത്തക്കവണ്ണം ഇടയായിത്തീരുന്നത് എന്ന് നാം വായിക്കുന്നു. നിൽക്കുന്നവൻ, the righteous, even if he falls 7 times, he shall still get up. But if the wicked fall once, he shall not rise up. He shall not rise up. നാം നമ്മുടെ സ്വയം ജീവിതത്തെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം, നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയാൻ പറ്റാത്തതായിരിക്കുന്ന പാപങ്ങൾ, ഹൃദയശുദ്ധിയെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കുന്ന പാപങ്ങൾ, ഹൃദയശുദ്ധിയെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കുന്ന ഇന്റൻഷനുകൾ, ഹൃദയശുദ്ധിയെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കുന്ന ഏതൊരു കാര്യമോ ഉണ്ടെങ്കിൽ, പാപത്തിന്റെ ബന്ധനത്തിൽ നാം കിടക്കുന്നു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം അതിനെ പുറത്തു കൊണ്ടുവരിക എന്നതാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നതാണ്. അത് പുറത്തു കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ആ പാപത്തിൽ നിന്നുമുള്ള ഒരു വിമുക്തി നേടുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. We must address the fact that we are sinners first. നാം ചെയ്യുന്ന ഒന്നും ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അത് എഴുതി വെക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയില്ല. നമ്മുടെ ഹൃദയത്തിന് ശുദ്ധിയില്ലാത്ത പക്ഷം നാം ചെയ്യുന്ന ഒരു കാര്യവും ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതുകയില്ല. കാരണം എന്താണ്? മത്തായി 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. നാം ഭൂതങ്ങളെ, even if we cast out demons in his name, അതൊരു ഹയസ്റ്റ് ആയിട്ടുള്ള പ്രിവിലേജ് ആണ്. അങ്ങനെ ചെയ്തു എങ്കിലും ഹൃദയത്തിലെ ശുദ്ധിയില്ലാതെ, ഇന്റൻഷനൽ ശുദ്ധിയില്ലാതെ നാം ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ
ഹിതം അനുസരിക്കാതെ ജീവിക്കുകയാണെങ്കിൽ ഇതായിരിക്കും പരിണിത ഫലം എന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്നെടുത്ത് വിശകലനം ചെയ്യാം. എല്ലാ ഇന്റൻഷനിലും പ്യൂരിറ്റി വേണം. ഇങ്ങനെ ഇന്റൻഷനിൽ പ്യൂരിറ്റി ഇല്ലാതെ നടക്കുന്ന ഏതൊരു പരിപാടിയും അത് നാശത്തിലേക്കാണ് പോകുകയുള്ളൂ എന്നാണ് ഞാൻ കണ്ട് മനസ്സിലാക്കിയിരിക്കാവുന്നൊരു സത്യമാണ്. ഒരു സഭയുടെ പിളർപ്പിലേക്ക് പോലും അത് നയിക്കുവാനായിട്ട് സാധിക്കും. ശുദ്ധിയില്ലാതെ, ഇന്റൻഷനിൽ ശുദ്ധിയില്ലാതെ നടക്കുന്ന വിവാഹങ്ങൾ, നടക്കുന്ന ശുശ്രൂഷകൾ, ഇതെല്ലാം നാശത്തിലേക്ക് മാത്രമാണ് കടന്നു പോവുകയുള്ളൂ. അത് ഞാൻ കണ്ടതായിരിക്കുന്ന ഒരു സത്യമാണ്. ഒരു സഭയുടെ പിളർപ്പിൽ വരെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഒരു സഭയുടെ പിളർപ്പിൽ വരെ അത് ചെന്നെത്തിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഐക്യത വേണം കേട്ടോ. നമുക്ക് എല്ലാ കാര്യത്തിലും നാം ഐക്യതയോടെ നിൽക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷേ നമുക്ക് എതിരഭിപ്രായങ്ങളുണ്ട് എങ്കിൽ അത് സഭയിൽ നാം ഡിസ്കസ് ചെയ്യണം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇതെല്ലാം ഇരുന്ന് ഇങ്ങനെ ബോയിൽ ചെയ്ത് അവസാനം അത് വലിയ നാശത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീരും. ആയതുകൊണ്ട് തന്നെ ഹൃദയശുദ്ധിയോടുകൂടെ, ഇന്റൻഷനൽ ശുദ്ധിയോടുകൂടെ നമുക്ക് നമ്മുടെ ദൈവസന്നിധിയിൽ, നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് പരമേൽപ്പിക്കാം. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, ഇന്നലെ അത് കുടുംബ പ്രാർത്ഥനയിൽ പാടി ഞാൻ ഒത്തിരി ആസ്വദിച്ചതായിരിക്കുന്ന ഒരു ഗാനമാണ്. തിരുക്കരത്താൽ വാഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അതുകൊണ്ട് തന്നെ ഇന്ന് യോഗത്തിന് ശേഷം ഹൗ ആർ യു സ്പിരിച്വലി എന്ന് നമുക്ക് നമ്മുടെ കൂട്ടു സഹോദരനോടും സഹോദരിയോടും ചോദിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. നമ്മൾ ഇന്റേണലായിട്ട് നാം പാപങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സഭാമൂപ്പന്മാരോടും സഹോദരന്മാരോടും അത് ഷെയർ ചെയ്യുക. എനിക്കിങ്ങനെ ഒരു പാപമുണ്ട്, ഇതിൽ ഞാൻ ബന്ധിതനായി കിടക്കുകയാണ്. അവിടെ ഇമേജ് നോക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇമേജ് അല്ലല്ലോ പ്രധാനം. അവിടെ എന്താണ് പ്രധാനം? കർത്താവിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന വാക്കാണോ ഇമ്പോർട്ടൻ്റ്? ദാവീദിൻ്റെ പാപം ദാവീദിന് സംഭവിക്കുമ്പോൾ ദാവീദ് മുട്ടിപ്പായി നിന്ന് താൻ മാനസാന്തരപ്പെടുകയാണ്. ദേശം മുഴുവൻ കാണുകെ ദാവീദ് ആ പാപത്തെ പുറത്തു കൊണ്ടുവരികയാണ്. ദൈവജനമേ, അന്യോന്യം സ്പിരിച്വലി കൗൺസിൽ ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. ഇമേജിന് വേണ്ടി മാത്രമല്ലട്ടോ. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ട് എങ്കിൽ ദൈവം നമുക്കതിൽ നിന്നും വിടുതൽ തരട്ടെ. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ബാറ്റിൽ അല്ല, അത് സഭയായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു വാക്കുകൂടി ഞാൻ പറയട്ടെ. The church is not a place, this is not a museum for perfect people. The church is not a place, it's not a museum for perfect people, but it is a hospital for the broken. സഭ എന്നത് പെർഫെക്ഷനിലൂടെ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു മ്യൂസിയം അല്ല. അത് ഒരു ഹോസ്പിറ്റലാണ്. രോഗികളാണ്, നാം ഏവരും രോഗികളാണ്. പാപത്താൽ പല തരത്തിലുള്ള പ്രയാസത്താൽ കടന്നു പോകുന്നവരാണ്. അതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി കടന്നു പോകുവാനുള്ള ഒരു ചികിത്സാ കേന്ദ്രമാണ് സഭ എന്നത്. ആത്മീയമായിട്ട് നമുക്ക് പല രോഗങ്ങളുണ്ട്. അത് നാം ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ആത്മാവിന്റെ നിറവിൽ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ആ പാവത്തെക്കുറിച്ച് നാം വളരെയധികം പ്രാർത്ഥിക്കുകയും സഭയെ അത് അറിയിക്കുകയും ആ സഭയുടെ പ്രോസസ്സിലൂടെ തന്നെ നാം വിശ്വസിക്കുന്ന സഹോദരന്മാരോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും നമ്മെ തന്നെ അഴിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ തരട്ടെ.